അലൈക്കും. ഇനി നമുക്കൊരു മീൻ പൊരിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 ചെറിയ ഉള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ചത് അര സ്പൂണ്, മഞ്ഞൾപ്പൊടി അര സ്പൂണ്, അതുപോലെ തന്നെ മല്ലിപ്പൊടി അര സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു അര സ്പൂണോളം കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതങ്ങനെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ അയില മീനാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. നമുക്കിത് അയില മീനിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതങ്ങനെ മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മസാലക്കൂട്ടിൽ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിലുള്ളൊരു മസാലക്കൂട്ടാണത്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മളിത് കുറഞ്ഞ തീയിലൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ പൊരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കൂട്ടിൽ നിങ്ങൾ മീൻ പൊരി പൊരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.